നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുറത്തുവന്ന മുഴുവൻ വാർത്തകളുടെയും സമഗ്രമായ റിപ്പോർട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴ. തിരുവനന്തപുരം തെങ്കാശി റോഡിലെ ഇളവട്ടത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘന, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ മലയോര മേഖലയിൽ മാത്രം നല്ല മഴ, ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് നിലവിലെ സാഹചര്യം? ഈ ഗതാഗതം തടസ്സപ്പെട്ട കാര്യം അത് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണോ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ സമരത്തിൽ പ്രജിൻ, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇനി രാത്രി വൈകിയും രാത്രി മണിക്കൂറുകളോളം തന്നെ മഴ തുടരുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തീരപ്രദേശ മലയോര മേഖലകളിൽ മഴ ശക്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിലെല്ലാം മഴ മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗതാഗത തടസ്സമുണ്ട് എന്നുള്ളതാണ്. അതിൽ തിരുവനന്തപുരം തെങ്കാശി റോഡിൽ ഇളവട്ടത്താണ് ഇപ്പോൾ റോഡിൽ വെള്ളം കയറി ഒരു ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത്. വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ സമീപ പ്രദേശത്തിലെ തോട്ടിലെയും പുഴയിലെയും വെള്ളമാണ് റോഡിലേക്ക് കയറിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ചെറിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനാകില്ല. അതുപോലെ തന്നെ വലിയ വാഹനങ്ങളടക്കം ഈ വഴി തിരിച്ചുവിടുന്ന ഒരു വിവരം വരുന്നു. അതുപോലെ തന്നെ കുറുപുഴ ജംഗ്ഷനിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിലും ഇതേ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ അതിശക്തമായ രീതിയിൽ അത് നഗര മധ്യത്തിലടക്കം വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയടക്കം നിലവിലുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിലും തീരപ്രദേശ മേഖലകളിലുമാണ് അതിശക്തമായ മഴ തുടരുന്നത്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൈപ്പറ്റിയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകാറുണ്ടായിരുന്നുവെന്ന് ബംഗളൂരുവിലെ സ്പോൺസർ രമേശ് റാവു 24-നോട് വെളിപ്പെടുത്തി. 2019 ജൂലൈ 20 ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കൈപ്പറ്റി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടതു മുതൽ ഇയാൾക്കും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ആദ്യം അനന്ത സുബ്രഹ്മണ്യം ബംഗളൂരുവിൽ സൂക്ഷിച്ചു. പിന്നാലെ ഹൈദരാബാദിലേക്ക് എത്തിച്ച് നാഗേഷിന് കൈമാറിയതും അനന്ത സുബ്രഹ്മണ്യം ആണെന്നാണ് വിവരം. ഇതോടെയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തത്. ആദ്യം ഒറ്റയ്ക്കിരുത്തിയും പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തിയും ചോദ്യം ചെയ്തെന്നാണ് വിവരം. ഇന്ന് തിരുവനന്തപുരം ഇഞ്ചിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT യോഗം ചേർന്നു. പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിരുന്നു യോഗം. അന്നദാനത്തിനുൾപ്പെടെ ശബരിമലയിലേക്കുള്ള പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് നൽകാറുള്ളതെന്ന് பெங்களூரிலுள்ள ஸ்பான்சர் ரமேஷ் ராவு 24-நோட இல்லை சார், ஒரு வாட்டி நம்ம உண்டியில் எவ்வளோ கிடைக்குதோ 75,000 50,000 அந்த மாதிரி ஒரு வாட்டி எவ்வளோ எங்களுக்கு அட்ஜஸ்ட்மெண்ட் ஆகுதோ அவ்வளோ நானும் காசு கொடுத்துருந்தேன். அவருக்கு அன்னதானம் பண்ணி நின்றா சார், எங்கள் கண்ணில் தெரிஞ்சு நின்றுச்சு. அது சாப்பாடு இலை சாப்பாடு போட்டு நின்றா சார், அவ்வளோதான். അന്നദാനത്തിക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും 15ഓളം പേരുടെ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള അന്വേഷണം 2ാം ഘട്ടത്തിലുണ്ടാകും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്നും ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്തിയില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മൊഴി പഠിപ്പിച്ച ശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തതെന്നാണ് BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് തന്നെ താമസിച്ചുപോയി. ഈ നഷ്ടപ്പെട്ട സ്വർണം, മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കാൻ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. അത് എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല, ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് അധികാരികൾ, ഭരണാധികാരികൾ, രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമിക്കപ്പെട്ടവർ അവരുടെ പങ്കാളിത്തത്തോടും അറിവോടും കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. SIT അന്വേഷണം വിജിലൻസ് ഉണ്ടാക്കിയ അതേ തിരക്കഥയാണ്. ഇപ്പോൾ പോറ്റിയുടെ മൊഴികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച മൊഴികളാണ്. പോറ്റി പറയുന്നതെല്ലാം വാസവനും അതുപോലെ പ്രശാന്തും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് എന്താണ് പറയേണ്ടത്, എവിടെ വരെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാണ് ഇത്രയും വൈകിച്ചത്. ഉന്നതന്മാരിലേക്ക് കേസന്വേഷണം പോവാതിരിക്കാനുള്ള
അന്വേഷണമാണ് SIT നടത്തുന്നത്. ഈ SIT അന്വേഷിച്ചാൽ ഒരു കാര്യവും പുറത്തു വരാൻ പോകുന്നില്ല. ശബരിമല വിഷയം വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിൽ വാവർക്ക് പ്രധാന സ്ഥാനമുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ സംഘപരിവാർ തയ്യാറല്ല. സങ്കുചിത ചിന്ത അടിച്ചേൽപ്പിക്കാനാണ് RSSന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉറച്ച് NK പ്രേമചന്ദ്രൻ MP. ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കും പൊറോട്ടയും ബീഫും വാങ്ങി നൽകി മല കയറ്റിയെന്ന് പറഞ്ഞത് ആധികാരിക വിവരത്തിൽ നിന്നാണെന്നാണ് വാദം. മറുപടിയുമായി ബിന്ദു അമ്മിണിയും NK പ്രേമചന്ദ്രനെ പിന്തുണച്ച് BJP നേതാവ് K സുരേന്ദ്രനും രംഗത്തെത്തി. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി. അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചവിട്ടാൻ കൊണ്ടുപോയത്. കോൺഗ്രസിന്റെ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പന്തളത്ത് NK പ്രേമചന്ദ്രന്റെ പ്രസംഗത്തിലെ പരാമർശമാണ് വിവാദമായത്. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്നതോടെയാണ് നിലപാട് ആവർത്തിച്ച് NK പ്രേമചന്ദ്രൻ വീണ്ടും രംഗത്തെത്തിയത്. ബീഫ് വിഷയമാക്കിയാലുണ്ടാകുന്ന വർഗീയ ധ്രുവീകരണം പ്രേമചന്ദ്രന് വ്യക്തമായി അറിയാമെന്ന് ബിന്ദു അമ്മിണിയുടെ മറുപടി. കൃത്യമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഇത് ചെയ്തിട്ടുള്ളത്. NK പ്രേമചന്ദ്രന്റെ ആരോപണത്തിന് പിന്തുണയുമായി BJP നേതാവ് K സുരേന്ദ്രൻ രംഗത്തെത്തി. സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത്. ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഞാൻ പ്രേമചന്ദ്രനോട് തന്നെ ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെ NK പ്രേമചന്ദ്രനെ വിമർശിച്ചു. 24 തിരുവനന്തപുരം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ ഒപ്പുവയ്ക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം മുന്നണിയിൽ തർക്ക വിഷയമായതിനെ തുടർന്ന് LDF നേതൃയോഗം വിളിക്കും. മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി യോഗം വിളിക്കാനാണ് ധാരണ. നിലപാടിൽ ഉറച്ചുനിന്നാൽ CPIയെ പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകപക്ഷീയമായ തീരുമാനം LDFൽ തർക്കവിഷയമാണ്. മുന്നണി യോഗം ചർച്ച ചെയ്യാതെ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് മര്യാദയല്ലെന്ന് CPI ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി ഈ ആഴ്ച തന്നെ LDF നേതൃയോഗം വിളിക്കുന്നത്. അതിലുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം എതിർപ്പ് CPI ഉന്നയിക്കുന്നതിലും തെറ്റില്ല. PM ശ്രീ പദ്ധതി എതിർക്കുന്ന CPI നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തി. CPI നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. PM ശ്രീ പദ്ധതിയോടുള്ള CPIയുടെ എതിർപ്പ് തട്ടിപ്പാണെന്ന് BJP പരിഹസിക്കുന്നു. ബിനോയ് വിശ്വം ആദ്യം എല്ലാം പറയും ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന്. പിണറായി വിജയൻ AK സെന്ററിലേക്ക് ഒന്ന് വിളിപ്പിക്കുമ്പോഴേക്കും അയാളെ എതിർപ്പ് തീരും. പദ്ധതിയിൽ ഒപ്പിടുന്നത് മുന്നണിയിൽ ഭിന്നതയ്ക്ക് കാരണമായതോടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. 24 തിരുവനന്തപുരം. കൊല്ലത്തിന് പിന്നാലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും CPIയിൽ നിന്ന് കൂട്ടരാജി. തിരുവനന്തപുരം ജില്ലയിലെ മീനാങ്കൽ പ്രദേശത്ത് 100ഓളം പേരാണ് CPI വിട്ടത്. പത്തനംതിട്ടയിലെ ചെന്നീർക്കരയിൽ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 16 പേർ രാജിവെച്ച് CPIഎമ്മിൽ ചേർന്നു. കടക്കിലെ കൂട്ടരാജി കൊല്ലത്ത് ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ചർച്ചയാകും. മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും AITC ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരം CPIയിലെ കൂട്ടരാജി. മീനാങ്കൽ A, B ബ്രാഞ്ചുകൾ അംഗങ്ങളായ 40 പേർ രാജിവെച്ചു. AITC ഹെഡ്ലോഡ് യൂണിയൻ അംഗങ്ങളായ 30 പേരും വർഗബോധിത സംഘടനകളായ AYF, AESF, മഹിളാ ഫെഡറേഷൻ എന്നിവയിൽ അംഗങ്ങളായവരും രാജിവെച്ചിട്ടുണ്ട്. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. മന്ത്രി GR അനിലിനെതിരായ പ്രതിഷേധമാണ് രാജിയിലൂടെ പ്രകടമാകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കരയിൽ CPI ലോക്കൽ സെക്രട്ടറി അടക്കം 16 പേർ രാജിവെച്ച് CPIഎമ്മിൽ ചേർന്നു. കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കും കടക്കലിനും പിന്നാലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൂട്ടരാജി സംഭവിക്കുന്നത് സംസ്ഥാനത്ത് CPIക്ക് കനത്ത തിരിച്ചടിയാണ്. ജില്ലാ സെക്രട്ടറി PS സുബാലിന്റെ ഏകപക്ഷീയമായ നിലപാടുകളാണ് കടക്കലിലും കുണ്ടറയിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണം. 24 തിരുവനന്തപുരം. കോൺഗ്രസ് പുനഃസംഘടനയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ. സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമ്മയിൽ പ്രതികരിച്ചു. സഭ പറയുന്ന അടിസ്ഥാനത്തിൽ അല്ല കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന KPCC അധ്യക്ഷന്റെ പ്രതികരണമാണ് സഭയെ ചൊടിപ്പിച്ചത്. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട് കോൺഗ്രസ്. KPCC ഭാരവാഹി പട്ടികയിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ വിമർശനത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഈ മറുപടി. ഇതിനെതിരെയാണ് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ രംഗത്തെത്തിയത്.
മലങ്കര സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണം. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവുമല്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വിമർശനം ശക്തമായതോടെ KPCC അധ്യക്ഷൻ നിലപാട് മയപ്പെടുത്തി. ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ എല്ലാവർക്കും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എല്ലാവരും ഉന്നയിക്കുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കും. ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ ലത്തീൻ സഭയും KPCC പട്ടികയിൽ വിമർശനവുമായി എത്തിയിരുന്നു. 24 കോട്ടയം. ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തി സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് OP ബഹിഷ്കരിച്ചു. ലേബർ റൂം, തീവ്രപരിചരണ വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മുഴുവൻ ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിന്നായിരുന്നു പ്രതിഷേധം. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് KGMCTA ഭാരവാഹികൾ അറിയിച്ചു. ശമ്പള കുടിശ്ശിക ലഭ്യമാക്കുക, അനാവശ്യമായ താൽക്കാലിക സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക, മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും തസ്തിക സൃഷ്ടിക്കുകയും ചെയ്യുക, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുവരെ നടത്തിയ അധ്യാപനം നിർത്തിവെച്ചുള്ള സമരമുറയിൽ നിന്ന് സർക്കാർ മുഖം തിരിച്ചതിനാലാണ് OP നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് കടന്നതെന്ന് KGMCTA. മെഡിക്കൽ കോളേജ് OPകളിൽ ജൂനിയർ PG ഡോക്ടർമാരുടെ സേവനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്നതിനെ കുറിച്ചും ചിന്തിക്കേണ്ടി വരും. OP ബഹിഷ്കരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ താരതമ്യേന കുറവായിരുന്നു. എന്നാൽ വിദഗ്ധ സേവനം ലഭിക്കേണ്ടിടത്ത് PG ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മാത്രമായി ചുരുങ്ങിയതിൽ രോഗികൾ തൃപ്തരല്ല. അവധി ദിവസമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് OPയിലും പതിവ് തിരക്കുണ്ടായില്ല. 24 തിരുവനന്തപുരം. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊച്ചിയിൽ ഗർഭഛിദ്ര മരുന്നുകൾ സുലഭമായി വിറ്റഴിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത ഇന്ന് 24 പുറത്തുകൊണ്ടുവന്നിരുന്നു. അപകടകരമായ ഗർഭഛിദ്ര മരുന്നുകൾ വിതരണം ചെയ്യുന്ന അനധികൃത മരുന്ന് ലോബി 24ന്റെ ഒളി ക്യാമറയിൽ കുടുങ്ങി. ഏജന്റുമാരെ ബന്ധപ്പെട്ടാൽ ഏത് പ്രായക്കാർക്കും മരുന്നുകൾ യഥേഷ്ടം ലഭ്യമാകും. കൃത്യമായ അനുപാതത്തിൽ അല്ലെങ്കിൽ രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന മരുന്നുകളാണ് ഇതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. 24 ഇൻവെസ്റ്റിഗേഷൻ. കൊച്ചി നഗരങ്ങളിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അബോർഷൻ കുടികൾ കരിഞ്ചന്ത വഴി വ്യാപകമായി ലഭിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് പോലും ഈ അബോർഷൻ കുളികൾ ഇവിടെ ലഭിക്കുന്നത് വളരെ എളുപ്പമായിട്ടാണ്. 24 ഒരു അന്വേഷണം നടത്തുക. ഡോക്ടറെ കാണേണ്ട, പ്രിസ്ക്രിപ്ഷനും വേണ്ട, ഒരൊറ്റ ഫോൺ കോളിൽ ഏത് മരുന്നും കിട്ടുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 24 ന്യൂസ് ടീം അന്വേഷണം ആരംഭിച്ചത്. ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് മതി മരുന്ന് കിട്ടാൻ. അളവ് ഒന്നും മാറിൽ ജീവനെടുക്കുന്ന ഗർഭചിത്രത്തിനുള്ള മരുന്ന് പോലും ഈ കോളിന്റെ മറുതലിൽ റെഡി. ഇപ്പൊ ഇത് ഡോക്ടറിന്റെ കുറിപ്പടി ഇല്ലാത്തോണ്ട് ഞാൻ ചോദിക്കാം, ഇതിന് വേണ്ടി തന്നെ അബോർഷന്റെ ഇത് എല്ലാ സ്റ്റേജിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല ഇത്ര ആഴ്ച വരെ ഇത് ഇങ്ങനെ കൊടുക്കുന്നതല്ലേ, ഉറപ്പല്ലേ? ഇത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഗൂഗിളിൽ അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ വിഷയം ആയതുകൊണ്ടല്ലോ യൂസ് ചെയ്യുന്ന അയക്കുക. ഗൂഗിളിൽ അടിച്ചു നോക്കുക, അതിന്റെ വാണിംഗും കാര്യങ്ങളും എല്ലാം കാണും. നമ്മൾ കരുതുന്നതിലും വലുതാണ് ഈ വല. അനധികൃത മരുന്ന് ലോബിയുടെ നെറ്റ്വർക്ക് കൊച്ചിയും കടന്ന് സമീപ ജില്ലകളിലും വ്യാപിക്കുന്നുവെന്നാണ് വിവരം. കൊച്ചിയിലെ ചില മെഡിക്കൽ ഷോപ്പുകൾ ഈ വലയിലെ കണ്ണികളാണെന്നതും ഞെട്ടിക്കുന്നു. മരുന്ന് തരും, പക്ഷേ ബില്ലുണ്ടാകില്ല. ബില്ല് വേണമെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ തന്നത് വിചിത്രമായൊരു ചിത്രം. ബില്ലിന്റേതെന്ന് തോന്നിക്കുന്ന ഈ ചിത്രത്തിൽ മനഃപൂർവ്വം തെറ്റിച്ച് പേരെഴുതിയാണ് തന്നത്. ഡോക്ടറുടെ പേരും അവ്യക്തം. ആരോഗ്യവകുപ്പ് ഇനിയെങ്കിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കും രാഹുൽ VSനുമൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളை, 24 കൊച്ചി. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള മത്സര ചിത്രം തെളിയുമ്പോഴും മഹാസഖ്യത്തിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല. സൗഹൃദ മത്സരം എന്ന പേരിൽ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് ഇതിന് കാരണം. ഇതിനിടെ 6 സീറ്റുകളിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് JMM പിന്മാറിയത് മഹാസഖ്യത്തിന് ആശ്വാസമായി. മുന്നണിയുടെ മുഖ്യമന്ത്രി മുഖമാരെന്ന ചർച്ച NDAയ്ക്കുള്ളിൽ അസ്വസ്ഥത പടർത്തുകയാണ്. പ്രതിസന്ധിയില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും സൗഹൃദ മത്സരമെന്ന പേരിൽ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധി. ലഭിച്ച 6 സീറ്റിന് പുറമെ 3 മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ. നിതീഷ് കുമാർ തന്നെയാണോ NDAയുടെ മുഖ്യമന്ത്രി മുഖമെന്ന ചോദ്യത്തിന് നിതീഷ് കുമാർ NDAയുടെ നേതാവെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിന്റെ മറുപടി. एकदम नीतीश कुमार जी हमारे नेता हैं, उनके नेतृत्व में हम चुनाव लड़ रहे हैं. അതേസമയം 143 മണ്ഡലങ്ങളിൽ RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക
കോൺഗ്രസും പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിലവിൽ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിനുള്ളിൽ സൗഹൃദ മത്സരത്തിന് സാധ്യതയുണ്ട്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. രാജ്യമെങ്ങും ദീപാവലി ആഘോഷിക്കുകയാണ്. INS വിക്രാന്തിലാണ് നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനിക വേഷത്തിലായിരുന്നു പ്രധാനമന്ത്രി ആഘോഷങ്ങളുടെ ഭാഗമായത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് INS വിക്രാന്ത് എന്ന പേര് കേട്ടാൽ പാകിസ്ഥാന് ഉറക്കം നഷ്ടമാകുമായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗോവ തീരത്ത് INS വിക്രാന്തിൽ നാവികസേനാംഗങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം. സൈനികർക്ക് മധുരം നൽകി പ്രധാനമന്ത്രി. ധീരരായ നാവികർക്കൊപ്പം ആഘോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി. INS വിക്രാന്തിന്റെ പേര് കേട്ടാൽ പാകിസ്ഥാന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ ഉണ്ടായിരുന്നുവെന്നും മോദി. വിക്രാന്തിനെ अपने नाम से ही पूरे पाकिस्तान की रातों की नींद उड़ा दी थी. जिसका नाम ही दुश्मन के साहस का अंत कर दे, वो है INS വിക്രാന്ത്. മൂന്ന് സേനകളുടെയും ഏകോപനത്തോടെയുള്ള അസാമാന്യ പ്രകടനമാണ് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതെന്നും പ്രധാനമന്ത്രി. ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ആയുധങ്ങൾ തകർത്തുവെന്നും മോദി. മാവോയിസ്റ്റ് മുക്ത ഇന്ത്യ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയം അയർകുന്നത്തെ ഇതര സംസ്ഥാനക്കാരിയുടെ കൊലപാതകത്തിൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തൽ. കൊല്ലപ്പെട്ട അൽപ്പനയുടെ മൊബൈൽ ഫോണും വസ്ത്രങ്ങളും പ്രതി ഒളിപ്പിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അയർകുന്നം പോലീസ്. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ അർജുന്റെ ആത്മഹത്യയിൽ അധ്യാപികയ്ക്കെതിരെ കൂടുതൽ ആരോപണവുമായി കുടുംബം. അർജുനെ 1 വർഷം മുൻപും ക്ലാസ് ടീച്ചർ മർദ്ദിച്ചിരുന്നുവെന്ന് പിതാവ് B ജയകൃഷ്ണൻ. മുമ്പുണ്ടായിട്ടുള്ള മർദ്ദനത്തിന്റെ കൂടുതൽ തെളിവുകളും കുടുംബം പുറത്തുവിട്ടു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി IT ജീവനക്കാരിയെ പീഡിപ്പിച്ച പ്രതി ബെഞ്ചമിൻ സ്ഥിരം കുറ്റവാളി. തമിഴ്നാട് മധുര സ്വദേശിയായ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതി ഹോസ്റ്റലിൽ കയറിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ കർഷകൻ കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇരട്ടകുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് മരിച്ചത്. വില്ലേജ് ഓഫീസിൽ നിന്ന് തണ്ടപ്പേജ് ലഭിക്കാത്തതിനാലാണ് കൃഷ്ണസ്വാമി ജീവനൊടുക്കിയത് എന്ന് കുടുംബത്തിന്റെ ആരോപണം. എറണാകുളത്ത് പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച പിടികൂടിയ എയർ ഹോണുകളാണ് MVDയുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചു കളഞ്ഞത്. ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തോടായിരുന്നു നടപടി. ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ ആരോപണ വിധേയരായ ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റി. പേരാമ്പ്ര വടകര ഡിവൈഎസ്പിമാരായ R ഹരിപ്രസാദ്, സുനിൽകുമാർ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്ഥലം മാറ്റം കണ്ണിൽ പൊടിയിടൽ മാത്രമെന്ന് കോൺഗ്രസ്. കൊല്ലത്തു നിന്ന് ഒരു വാർത്ത വരുന്നു. CPIയിൽ വീണ്ടും നടപടി. മുൻ ജില്ലാ കൗൺസിൽ അംഗം JC അനിലിനെ പുറത്താക്കി. സാമ്പത്തിക തിരിമറി അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. 24 ആണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ CPI കൊല്ലത്ത് എത്തിയിരിക്കുന്നത്. JC അനിലിനെ പുറത്താക്കിയിരിക്കുന്നു. നേരത്തെ സാമ്പത്തിക തിരിമറി അടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു കേട്ടതാണ്. അതിന് പിന്നാലെയാണ് CPIയിൽ നിന്നും ഈ JC അനിലും ഒപ്പം തന്നെ ചില നേതാക്കളും രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. CPIയിൽ നിന്നും പുറത്താക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയുടെ നടപടിയായാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.